വരാനിരിക്കുന്ന പത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം. പിന്നെ അനന്തപുരിയിൽ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശനെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അനന്തപുരി തറവാട്ടിൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് അനാമികയെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അവളെ അങ്ങ് ഒഴിവാക്കിയ പോരായിരുന്നോ. എല്ലാവരും അനിയെ അവിടെ നിന്ന് കുറ്റപ്പെടുത്തുകയാണ്. അനാമികയാണെങ്കിൽ ഒടുക്കത്തെ കലിപ്പിലാണ് കേട്ടോ. അനാമികയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ജാനകി, അവളെ നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവൻ എൻ്റെ മകനായി പോയില്ലേ. അമ്മ ഇനിയൊന്നും പറയണ്ട, എല്ലാവരും കൂടി എന്നെ വിഡ്ഢിയാക്കുകയാണ് എന്നും പറഞ്ഞ് അനാമിക പൊട്ടിത്തെറിക്കുകയാണ്. മോളെ, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ ഒഴിവാക്കി പോകുന്നുണ്ടെങ്കിൽ പോയിക്കോ. സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും കാമുകയെ പോയിട്ട് ഗർഭിണിയാക്കിയിരിക്കുന്നു. ഇതൊക്കെ ഏത് പെണ്ണ അമ്മയെ സഹിക്കുക. അപ്പം ജാനകി പറയുന്നുണ്ട്, അതേ മോളെ, ഒരു ഭാര്യയ്ക്കും ഇത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു തവണയും കൂടി എൻ്റെ മോനോടൊന്ന് നിനക്ക് ക്ഷമിച്ചുകൂടെ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നന്ദു ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം, എന്നാലേ ഞാൻ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് അനാമിക പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോള് പോകരുത്. മോൾ ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോവും. ഞാൻ ഇന്ന് തന്നെ ആ നന്ദുവിനെ കാണാൻ പോവാം. പിന്നെ ജാനകി എന്ത് ചെയ്യുന്നുണ്ട്, നന്ദുവിനെ കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവിടെ പോയിട്ട്, നിനക്ക് നാണമില്ലേ എൻ്റെ മകൻ്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് നടക്കാൻ? അത് എൻ്റെ മോൻ്റെ കുഞ്ഞ് തന്നെയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നീ അബോർഷൻ ചെയ്യണം. അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് കനക പറയുന്നുണ്ട്, അത് പറയാൻ നിങ്ങളാരാ? ആ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് ആ കുഞ്ഞിനെ ഒഴിവാക്കി. കനകയോട് ജാനകി പറയുന്നുണ്ട്, മക്കളെ നല്ല രീതിയിലൊക്കെ വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതൊക്കെ കേട്ട് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോന് ഒരു ഭാര്യയുണ്ട്, ഇവൾക്ക് തീരെ നാണമില്ലേ? അത് നിങ്ങളെ മോനെ ആലോചിച്ചില്ലല്ലോ എന്ന് കനക പറയുന്നുണ്ട്. ചോദ്യത്തിന് ജാനകിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അവിടുന്ന് നിരാശയോടെ മടങ്ങുകയാണ് ജാനകി. അങ്ങനെ ജാനകി വീട്ടിലെത്തിയപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, എന്തായി അമ്മേ? അവളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൾ കേൾക്കും തോന്നുന്നില്ല മോളെ. അവളെ അങ്ങ് ഇല്ലാണ്ടാക്കിയാലോ. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.